ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിനെയും കൊണ്ട് നമ്മൾ ഹോളിഡേ ഇന്നിൽ പോകുകയാണ്. IV ഫ്രണ്ട് ഓഫീസ് ക്ലബിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 8:30 ആണ് പറഞ്ഞത്. ടൈം ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഹോസ്റ്റലേഴ്സൊക്കെ തന്നെ, അപ്പോൾ അടുത്ത അവർക്ക് പെട്ടെന്ന് വരാതെ സ്റ്റുഡൻസൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോകുന്നത് ഹോളിഡേ ഇന്നിലാണ്, കൊച്ചി ഹോളിഡേ ഇന്നിൽ. ഇതിന് മുമ്പ് ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത്. ഇതിൻ്റെ മെയിനായിട്ട് പർപ്പസ് അതാണ്. അപ്പോൾ നമ്മൾ 2 ഫാക്കൽറ്റീസ് ഉണ്ട്, അറൗണ്ട് ഒരു 49 സ്റ്റുഡൻസും ഉണ്ട്. രാവിലെ നമ്മുടെ കോളേജ് ക്യാമ്പസിനകത്തൂടെ നടക്കുക ഒരു പ്രത്യേക സുഖം കേട്ടോ. ഒരു നല്ല വൈബാണ്, ചെറിയൊരു വെയിലും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. The coordinator for Officina Frontal, the front office club of SJM City. And today is 10th of March 2026 and we are going for an IV at Holiday Inn Kochi. നമ്മുടെ സ്റ്റുഡൻസൊക്കെ പഞ്ചലായിരുന്നു. ഷാർപ്പ് ടൈമിന് തന്നെ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിന് ഇവിടെ എത്താൻ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ ക്ലബിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു IV പോകുന്നത്. നമ്മുടെ കോളേജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അത് സ്റ്റുഡൻസിന് അവരുടെ ഒരു ഗ്രോത്തിന് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ കോളേജിൽ നിന്ന് ഇങ്ങനെ വിടുന്നത്. എല്ലാവരും നല്ല ഗ്രൂംഡ് ആയിരുന്നു. നമ്മൾ ഈ IV സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് റൂൾസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിനോട്. എല്ലാവരും അത് ഒബേ ചെയ്ത് കേട്ടോ. എന്നിട്ടാണ് എല്ലാവരും വന്നത്. ഇങ്ങനെ നമ്മളവിടെ ഷാർപ്പ് ടൈമിന് തന്നെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സെഷൻ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സെഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. L&D മാനേജറും നമ്മുടെ HR മാമും പിന്നെ നമ്മുടെ FOM ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. കറൻ്റ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് വന്ന് നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു ഗസ്റ്റിനോട് എങ്ങനെ ബേസിക്കായി ബിഹേവ് ചെയ്യേണ്ട, നമ്മുടെ ഇതിന് വേണ്ട ആട്രിബ്യൂട്ട്സ്, സോ ഇതിനെയൊക്കെ പറ്റി ഒരു നല്ല ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെഷൻ കഴിഞ്ഞ് നമുക്കൊരു ഷോ റൗൺ ഉണ്ടായിരുന്നു. അവരുടെ റൂംസ്, പൂൾ ഏരിയ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പ്രൈവസി ഇഷ്യൂസ് കാരണം ഞാനൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. For this wonderful opportunity. We hope to have more sessions and classes in the future. Hope you all like it. Okay, so thank you so much. So thank you so much for your hospitality and it's a pleasure dealing with your college, even for the first time even. See, I say that we go before the session started. അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും സെഷനൊക്കെ ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നേരെ ലുലു മോളിലോട്ടാണ് വന്നത്. എല്ലാവർക്കും ഫുഡ് അവിടെ നിന്നായിരുന്നു, ലഞ്ച് അവിടെ നിന്നായിരുന്നു. നമ്മുടെ സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ച്. ഞാനും അലീന മിസ്സും കൂടെ ഫുഡൊക്കെ വാങ്ങിച്ചു. നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിച്ചു. നമ്മൾ വാങ്ങിച്ചത് ചെട്ടിനാട് ചിക്കൻ ബിരിയാണി ആൻഡ് പിന്നെ പാസ്ത, പിന്നെ ഒരു പീസ് ബീഫ് ലസാന്യ. സോ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തോ ഇന്നത്തെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് വാങ്ങിച്ചത് നമ്മൾ 2 പേരും കൂടെ ഷെയർ ചെയ്തിട്ടും നമുക്ക് നല്ല ഫുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതേ സ്റ്റുഡൻസ് എല്ലാം കഴിച്ചു. നമ്മൾ ഇന്ന ഒരു കറക്റ്റ് ടൈം പറഞ്ഞു. കറക്റ്റ് ടൈമിന് അവർ ആ സ്പോട്ടിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ നിന്ന് നമുക്ക് തിരിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ അപ്പുറത്തെ പാർക്കിംഗ് ഏരിയയിൽ ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളൊരു 4:30 ആവുന്നതിന് മുമ്പേ കോളേജിലേക്ക് തിരിച്ചു. അതുകൊണ്ട് നമുക്കൊരു 7 o'clock കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്താൻ പറ്റി കേട്ടോ. നമ്മളവിടെ എത്തിയത്, നമ്മളവിടെ നിന്ന് തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പാരൻസ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ കൗണ്ട് എടുത്തിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. സ്വന്തം ബ്ലോഗിൽ വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല പറയാൻ. നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അത്യാവശ്യം ഒബീഡിയന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാ, എസ്പെഷ്യലി സീനിയേഴ്സ് ക്ലാസ് റൂമിലെ പോലെയല്ല, നല്ല ഒബീഡിയന്റ് ആയിട്ട് ആ ഒരു പ്രൊഫഷണലിസം അവർ കീപ്പ് ചെയ്തു. സെക്കൻഡ് സെമ്മും കുഴപ്പമില്ലായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. നല്ല വെൽ ബിഹേവ്ഡ് ആയിരുന്നു എല്ലാ സ്റ്റുഡൻസും. ക്ലാസ് റൂമിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സും നല്ല ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എല്ലാം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് അധികം ഞാൻ ടെൻഷൻ അടിച്ചില്ല. പിന്നെ ത്രൂ ഔട്ട് നമ്മുടെ അലീന മിസ്സും ഉണ്ടായിരുന്നില്ല. മിസ്സിൻ്റെ സപ്പോർട്ടും കൂടി കൊണ്ടാണ് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. മിസ്സാണ് ഹോട്ടലുകാരായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തത്. മിസ് നമ്മുടെ കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് കോർഡിനേറ്റർ ആണ്. Experience. We came to know about a lot of current new trends which is going on in the hotel industry, and of course especially the front office. The staffs were very friendly. We came in real hand experience with the working staffs over there. We saw the guests and the environment was very lovely and cozy enough. We came to know a lot about knowledgeable things which we hereby will apply in our future if
അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഇതുപോലെ ഒരുപാട് IVs ഉണ്ട്, ക്ലബിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ. അതിനേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് നമ്മുടെ. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എടുക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നേക്ക് കോളേജായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ പറ്റി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.